നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. AI സാങ്കേതിക വിദ്യ നമ്മളുടെ ജോലികൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുമോ എന്ന ചോദ്യം പലയിടത്തു നിന്നായി ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ AI വരവ് പലർക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ഇത് വെറും ഒരു ആശങ്കയല്ല, മറിച്ച് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കപ്പെടുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് US നിന്നും പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം US കോർപ്പറേറ്റ് മേഖലകളിൽ AI കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. 2026 ആദ്യ 5 മാസങ്ങൾ പിന്നിടുമ്പോൾ മാത്രം 92,000-ലധികം ടെക് ജീവനക്കാർക്കാണ് അവരുടെ സുരക്ഷിതമായ ജോലി സ്ഥാനം നഷ്ടമായിരിക്കുന്നത്. ഇത് താൽക്കാലികമായ ഒരു പ്രതിസന്ധിയല്ല, മറിച്ച് മനുഷ്യന്റെ തൊഴിൽ മേഖലയുടെ സ്ഥിരമായ ഒരു മാറ്റത്തിന്റെ തുടക്കമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ US സംഭവിക്കുന്നത്? AI ഏറ്റവും കൂടുതൽ ബാധിച്ച തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നത്. US ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം AI ഭീഷണി നേരിടുന്നതായി ആളുകൾ പറയപ്പെട്ട 18 തൊഴിൽ മേഖലകളിൽ കനത്ത തൊഴിൽ നഷ്ടമാണ് നേരിട്ടിരിക്കുന്നത്. ഏകദേശം 1 കോടിയോളം ജീവനക്കാരുള്ള ഈ 18 മേഖലകളിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൊത്തത്തിലുള്ള തൊഴിൽ വിപണി 0.8% വളർച്ച കൈവരിച്ചപ്പോൾ AI ഭീഷണി നേരിടുന്ന ഈ മേഖലയിൽ 0.2% ഇടിവാണ് ഉണ്ടായത്. ഇതിൽ അതിവേഗം വളരുന്ന ഹെൽത്ത് കെയർ മേഖലയിലെ മെഡിക്കൽ സെക്രട്ടറിമാരെ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി 17 മേഖലകളിൽ തൊഴിൽ നഷ്ടം 1.6%. തുടർച്ചയായ 2ാം വർഷമാണ് ഈ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. AI ടൂളുകൾ US തൊഴിലിടങ്ങളെ എത്രത്തോളം മാറ്റിമറിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. AI വിപ്ലവം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഡെസ്ക് ജോലികളെയും ആശയവിനിമയവുമായി ബന്ധപ്പെട്ട മേഖലകളെയുമാണ്. കസ്റ്റമർ സർവീസ് പ്രതിനിധികളുടെ എണ്ണത്തിൽ മാത്രം ഒരു വർഷത്തിനിടയിൽ 130,180 ജോലികളുടെ കുറവുണ്ടായി. അതായത് 4.8% ഇടിവ് രേഖപ്പെടുത്തി. ഇതുകൂടാതെ ലീഗൽ എക്സിക്യൂട്ടീവ് ഒഴികെയുള്ള ജനറൽ സെക്രട്ടറിമാരുടെ തസ്തികകളിൽ 1.8%, നിർമ്മാണ ഹോൾസെയിൽ മേഖലയിൽ സെയിൽസ് പ്രതിനിധികളുടെ എണ്ണത്തിൽ 2.3% ഇടിവ് രേഖപ്പെടുത്തി. 2022 ChatGPTയുടെ വരവിന് ശേഷം ഏറ്റവും വലിയ തകർച്ച നേരിട്ടത് ക്രെഡിറ്റ് ഓതറൈസർമാരെയാണ്. 26.2% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റേഡിയോ DJകൾ, ബ്രോഡ്കാസ്റ്റ് അനൗൺസർമാർ എന്നീ മേഖലകളിൽ 20.8% ഇടിവ് രേഖപ്പെടുത്തി. സെയിൽസ് എഞ്ചിനീയർ മേഖലകളിൽ 13.2% ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. AIക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന തസ്തികകളിലെ പുതിയ തൊഴിൽ അവസരങ്ങൾ കോവിഡിന് മുമ്പുള്ള കാലയളവിനേക്കാൾ താഴേക്ക് പോയിരിക്കുകയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. 2026 ആദ്യ 5 മാസങ്ങളിൽ മാത്രം 92,000-ലധികം ടെക് ജീവനക്കാരെയാണ് കമ്പനികൾ പിരിച്ചുവിട്ടത്. ഏപ്രിൽ മാസം മാത്രം 45,800 പേർക്ക് ജോലി നഷ്ടമായി. കോവിഡിന് ശേഷം 2020 മുതൽ ഇതുവരെ ഏകദേശം 9 ലക്ഷത്തോളം ടെക് ജീവനക്കാർക്കാണ് ആഗോളതലത്തിൽ ജോലി നഷ്ടപ്പെട്ടത്. മെറ്റ മെയ് 20 തങ്ങളുടെ 8,000 ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു. ഒപ്പം 6,000 തസ്തികകളിലേക്ക് പുതിയ നിയമനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത് മരവിപ്പിക്കുകയും ചെയ്തു. മൈക്രോസോഫ്റ്റ് തങ്ങളുടെ 50 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി US 7% ജീവനക്കാർക്ക് സ്വയം വിരമിക്കൽ പാക്കേജ് പ്രഖ്യാപിച്ചു. ആമസോൺ, ഒറാക്കിൾ, സ്നാപ്പ്, നൈക്കി, സെയിൽസ്ഫോഴ്സ് തുടങ്ങിയ വൻകിട കമ്പനികളെല്ലാം തങ്ങളുടെ ജീവനക്കാരുടെ എണ്ണം വെട്ടിച്ചുരുക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടാണ് കമ്പനികൾ ഇത്രയും കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്? ഒന്നാമത്തെ കാരണം കോവിഡ് കാലത്തുണ്ടായ ഓവർ ഹിയറിംഗ് ആണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം AI ടൂളുകളുടെ കടന്നുവരവാണ്. മനുഷ്യൻ ചെയ്തിരുന്ന പല ജോലികളും പൂർണ്ണമായി ഓട്ടോമേറ്റ് ചെയ്യാൻ പ്രാപ്തമാണ് എന്ന് കമ്പനികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു വശത്ത് ജീവനക്കാരെ പിരിച്ചുവിടുമ്പോഴും ആൽഫബറ്റ്, മൈക്രോസോഫ്റ്റ്, മെറ്റ, ആമസോൺ എന്നീ 4 വൻകിട കമ്പനികൾ മാത്രം 2026 AI ഇൻഫ്രാസ്ട്രക്ചറുമായി $700 ബില്യൺ ചെലവഴിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. സിലിക്കൺ വാലിയിലെ പുതിയ സ്റ്റാർട്ടപ്പുകൾ വെറും 50 ജീവനക്കാരെ മാത്രം വെച്ചുകൊണ്ട് $50 മില്യൺ റവന്യൂ നേടുന്ന 50% യൂണിക്കോൺ എന്ന പുതിയ സംസ്കാരത്തിലേക്ക് മാറുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. കമ്പനികൾ കൂടുതൽ ലാഭമുണ്ടാക്കാനും AIയിലേക്ക് മാറാനും ശ്രമിക്കുമ്പോൾ ജീവനക്കാർക്കിടയിലെ ആശങ്കയും മാനസിക സമ്മർദ്ദവും വർദ്ധിച്ചു വരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്.
സുരക്ഷിതത്വമില്ലായ്മ കാരണം ജീവനക്കാർ സ്വയം ജോലി രാജിവെക്കാൻ മടിക്കുന്നത് കൊണ്ട് തന്നെ കമ്പനികൾ കൂടുതൽ കർശനമായ പെർഫോമൻസ് റിവ്യൂകളിലൂടെ ആളുകളെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. യുഎസിലെ ടെക് മേഖല എടുത്താൽ അതിൽ നല്ലൊരു ശതമാനവും ആളുകൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഈ പിരിച്ചുവിടൽ വർദ്ധിച്ചാൽ യുഎസ് ഉപേക്ഷിച്ച് പലരും നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും.